ഡും ഡും. ജമന്തി മാമിക്ക് കുഞ്ഞു വന്നേ ഡും ഡും ഡും. ജോലി പറയൂ ജമന്തി മാമിക്ക് കുഞ്ഞു വന്നേ ഡും ഡും ഡും. ജോലി പറയൂ ജമന്തി മാമിക്ക് കുഞ്ഞു വന്നേ ഡും ഡും ഡും. പോ തക്കളി. നിനക്ക് അനിയമാവ് വേണോ അനിയത്തിമാവ് വേണോ? എനിക്ക് രണ്ടു അവയാലും വേണം. എന്താ? എനിക്ക് രണ്ടുപേരും വേണം. ഓടി അവിടുന്ന്. കുഞ്ഞു വന്നേ ഡും ഡും ഡും. ജമന്തി എന്താണ് മുളക് കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? അതെനിക്ക് മനസ്സിലായി. എന്താ ഉദ്ദേശം? എന്താ ക്ലീറ്റോ ചേട്ടാ? ഈ സമയത്ത് ഇങ്ങനെ പാരിച്ച പണിയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? എന്താ കാണിക്കുന്നത്? എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് തങ്കത്തിനോട് പറയണ്ടേ? മോളെ നൈറ്റിയാണ്, ശരിയാണ്. ഇപ്പൊ അകത്തൊരാളുള്ള കാര്യം മറക്കണ്ട. അതിന് ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ ഞങ്ങളുണ്ട് ഇവിടെ. ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ മോളവിടെ ഇരുന്നേ. ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഭാവിയിൽ നടുവേദന, മുട്ടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടല്ലേ പറഞ്ഞേ. പിന്നെ ഇതിപ്പോ വലിയ കാര്യമുള്ളതല്ല. ഇത് സോപ്പിട്ടില്ലല്ലോ? സോപ്പിട്ടോ? എന്നാ ഒന്നുകൂടെ ഞാൻ സോപ്പിടാം. ഇതൊക്കെ ക്ലീറ്റ ചേട്ടാ എത്രയോ ചെയ്തേക്കണ്. പിന്നെ അല്ല ക്ലീറ്റ ചേട്ടാ, ഈ നാത്തും ഗർഭിണിയായിരുന്നപ്പോഴേ എങ്ങനായിരുന്നു? ഗർഭിണിയായപ്പോ ഇങ്ങനെ ഇരുന്നു, നല്ല വയറൊക്കെ ആയിട്ട്. ഞാൻ വിചാരിച്ചു ഇരട്ടയായിരിക്കും. അതല്ല. പിന്നെ അല്ല, എല്ലാ പണിയും ചെയ്യുമായിരുന്നോ? അവളിത് തന്നെയാണ്. ഒരു സമയം അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും എന്തേലും എടുത്തു വെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അല്ല, അതുകൊണ്ടാണ് ആ നടുവേദന ഉണ്ടായിരുന്നേ അവൾക്ക് പ്രസവം കഴിഞ്ഞ ഉടനെ. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ പറയുക, ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടോ പ്രസവം കഴിയും. അപ്പോൾ പിന്നെ ഒരു മനുഷ്യനും കാണില്ല തിരിഞ്ഞു നോക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ക്ലീറ്റ ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. എന്നാടാ? പക്ഷെ ഏട്ടനോട് പറയരുത്. എന്താ മോളെ? അതെ, നിങ്ങളൊക്കെ ഇപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടം കാണിക്കണില്ലേ? പക്ഷെ അമ്മ പഴയ പോലെ അല്ല. എന്ത് പറ്റി അമ്മയ്ക്ക്? അമ്മ നേരത്തേക്ക് എന്നെ എല്ലാ പണിയിലും സഹായിക്കുമല്ലോ. ഇപ്പൊ നേരെ തിരിഞ്ഞു. എന്നോട് പറയാ അവിടെ വിറക് വെച്ചിട്ടുണ്ട്, അത് മുഴുവൻ ഇന്ന് കീറി തീർക്കണം. വിറക് കീറാനാ മോളാ? ഓ, ഈ തള്ളക്ക് ഇത് എന്തിന്റെ കുഴപ്പമാണെന്ന് തോന്നി. ഈ വയസ്സാകുന്ന തള്ളമാർ ഇതുപോലെ പലതും പറഞ്ഞുതരാം. അവർക്ക് ഇതിന്റെ കാര്യഗൗരവം അറിയില്ലല്ലോ. അല്ല, അമ്മ പറയണത് വെറുതെ ഇരുന്നാലാ കുഴപ്പം, ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം. അമ്മ ഒരുപാട് പണി എടുത്തിട്ടുണ്ടെന്നൊക്കെ. നീ ഒരു കാര്യം ചെയ്യേ, അമ്മ പറയണത് കേട്ടിട്ട് മരത്തിലൊക്കെ ചെന്ന് കയറും. അമ്മ ഇതുപോലെ പലതും പറഞ്ഞു തരും. ഇത് തന്നെ ആയിരുന്നു തങ്കം ഗർഭിണിയായിരുന്നപ്പോഴും ഇത് തന്നെ. അവളെ കൊണ്ട് ആവശ്യമില്ലാതെ അത് ഇതുമൊക്കെ ചെയ്യിക്കല്. അതിൻ്റെയൊക്കെ ഭവിഷ്യത്തായിരുന്നു അവൾ കുറേ അനുഭവിച്ചത്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഈ കനകൻ്റെ അമ്മ 2 അല്ലേ പറ്റിയിട്ടുള്ളൂ. എൻ്റെ അമ്മച്ചി ഉണ്ടല്ലോ 8 എണ്ണമാ പറ്റത്. പക്ഷെ ഒന്നിനെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗമല്ല. നോക്കിപ്പോൾ എന്നെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടായല്ലോ. അപ്പം അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എണ്ണം പറ്റപ്പോൾ നല്ല അനുഭവ സമ്പത്തല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞും കേട്ടാണ് എൻ്റെ മനസ്സിൽ ഇതൊക്കെ കിടപ്പുള്ളതേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം. പിന്നെ മോക്കിനി എന്നാ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ തേങ്ങ പൊളിക്കണോ? വിറക് കീറ. ആദ്യം ഇത് കഴിഞ്ഞ് തേങ്ങ പൊളിക്കൽ കഴിഞ്ഞാൽ വിറക് കീറൽ. അത് കഴിഞ്ഞിട്ട് എന്താ കടയിൽ വല്ലതും പോകണോ? വേണോ? വേറെ കൊതിയുള്ള എന്തെങ്കിലും വേണോ? വേണ്ടേ? മോക്കറിയാമോ, ഇപ്പം തന്നെ ഞാൻ പോയി ഈ മുരിങ്ങയിലയൊക്കെ എടുത്തോണ്ടെന്ന് എന്നാത്തിനാണെന്നറിയാമോ? ഇത് വളരെ പോഷകമൂല്യമുള്ളൊരു സാധനമാണ്. ഇത് അകത്തോട്ട് ചെന്നാണ്ടല്ലോ നമ്മുടെ വരുന്ന കുട്ടനുണ്ടല്ലോ നല്ല ഉഷാറായിരിക്കും, നല്ല ബുദ്ധിയൊക്കെ ഉള്ള ആളായിരിക്കും. പിന്നെ ഈ വാഴയില ഇതും മേല് ചൂട് ചോറിട്ടിട്ട് ഇത്തിരി നല്ല പുളിയൊക്കെ ചേർത്തരച്ച് ചമ്മന്തിയും കൂടെ അതിലോട്ട് വെച്ച് ഇച്ചിരി അച്ചാറും കൂടെ വെച്ച് ഇതങ്ങോട്ട് ഒരു 1 മണിക്കൂർ പൊതിഞ്ഞ് വെച്ചേക്കണം മടക്കി. അത് കഴിഞ്ഞിട്ട് ആ ചോറങ്ങോട്ട് കഴിക്കണം. എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാവോ? ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ മോള് പറയും, ക്ലീറ്റ ചേട്ടാ എനിക്ക് ഇന്നും വേണം ആ ചോറ് പൊതിയുന്നു. അപ്പൊ ഇന്ന് എനിക്ക് ഇതിലാണോ? ഇതിലാണ് ചോറ് വരുന്നത്. അവിടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുക.
പിന്നെ വേറെ ഇനി എന്നാ ജോലി എന്നാ ചെയ്യാറുണ്ട്? വേറെ ഒന്നുമില്ല, കണ്ണി പോയി. ഇനി ഇവിടെ ഇരിക്കണ്ട, ഈ തുള്ളി മതി, ഇനി ജലദോഷം ഉണ്ടാവും. അകത്ത് വെക്കോ, ഞാൻ ഇത് കഴിവ് വിരിച്ചിട്ട് വന്നോളാം. ഞാൻ വിരിക്കാം. എന്റെ മോളെ, ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. കയറി പോക്കോ, വെറുതെ എവിടെ ഇരുന്ന് പോയി കിടന്നോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു കാര്യഗൗരവവും, എല്ലാം തമാശയാന്നാ വിചാരിക്കണേ. അളിയൻ്റെ മുണ്ട അളി ഇതെടുത്തോണ്ട് നിരങ്ങാൻ പോയാ. എന്ന് കഴി തീരുവാ അളിയാ. Alien versus Alien.